ഭർത്താവിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈശ്വരാ, ആതിര അയൽക്കൂട്ടത്തിലെ ചേച്ചിമാര്. അയ്യോ, അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരല്ലേ? എന്റെ ഭർത്താവ് എങ്ങാനും അവിടെ ഈ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുക്കാൻ എങ്ങാനും വന്നിരുന്നോ? അയ്യോ ഭാഗ്യം, വന്നാലും കൊടുത്തേക്കല്ലേ ചേച്ചി. അല്ല, എന്താ പറഞ്ഞെന്നറിയോ ബിജുക്കുട്ടേട്ടാ, നമുക്ക് എല്ലാത്തിനോടും ഓരോ കൊതി ഉണ്ടാവും അല്ലേ മനുഷ്യന്മാർക്ക്. ഇപ്പൊ ചേട്ടനാണെങ്കിൽ ബ്രാൻഡഡ് ഷർട്ട് ഇടണം, അങ്ങനൊക്കെ ഒരു കൊതിയല്ലേ. ഇപ്പൊ നസീർക്കൊക്കെ ആണെങ്കിൽ ആഹാരത്തിനോട് ഭയങ്കര കൊതിയില്ലേ, പ്രത്യേകിച്ച് നോണ്. അപ്പൊ എന്റെ ഭർത്താവിന് നോണിനോടല്ല ലോണിനോടാ. ഓ ദൈവമേ, ഇത് വല്ല കേൾക്കുന്നുണ്ടാ നിങ്ങള്? ഇത് എവിടെ പോണ്? ആ, ലോൺ എടുക്കാനായിരിക്കും. ലോൺ എടുക്കാനാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാ നിങ്ങളുടെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. എന്തിന് തല്ലിയൊടുക്കണം? മുട്ടുകാൽ റെഡിയാക്കാൻ ലോൺ. ദൈവമേ, ഇതുപോലൊരു മനുഷ്യൻ. നമ്മൾ രക്ഷപ്പെടും. പുതിയ ജോലി കിട്ടിയോ? ഞാൻ നാളെ കോയമ്പത്തൂര് പോവില്ലേ? എന്തിനാ? ജോലിയല്ല, അവിടെ അണ്ണായി ദുരൈ എന്ന് പറഞ്ഞ് പുതിയൊരു ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ജാമ്യമില്ലാതെ ലോൺ കിട്ടും. ഒരു കാലത്തും നന്നാവില്ല. അതിനു മുമ്പ് സഹകരണ സംഘം വരെ ഒന്ന് പോണം. എന്തിന്? നാളെ കോയമ്പത്തൂർ പോകാൻ വണ്ടിക്കൂലി വേണ്ടേ? അതിന് സഹകരണ സംഘത്തിൽ നിന്ന് ലോൺ. ലോൺ എടുത്തിട്ട് ലോൺ അപേക്ഷിക്കാൻ പോണ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. എന്റെ ഭഗവാനെ, കാശ് എന്ന് പറഞ്ഞാൽ കാശ് തന്നെ വേണം, അറിയാവോ? കാശില്ലാതെ വല്ല പരിപാടി നടക്കും. നിങ്ങൾ കാശ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മരിക്കല്ലേ. കാശില്ലാതെ അവിടെ കിട്ടാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നാട്ടില്. കാശ് കിട്ടാതെ കിട്ടണ ഒരു കാര്യമേ ഉള്ളൂ. എന്തോന്ന്? അംഗനവാടിയിലെ അമൃതം പൊടി, അത് കാശ് കൊടുത്താൽ കിട്ടിയല്ലോ. അതിന് ബന്ധങ്ങൾ വേണം. ഒന്നല്ലേ ടീച്ചറുമായിട്ട് ബന്ധം വേണം, അല്ലെ ആയിട്ട് ബന്ധം വേണം. ഓ അയ്യോ, ഒരു കാര്യം മറന്നുപോയി. പ്രധാനമന്ത്രിയുടെ പുതിയ ലോണിന്റെ കാര്യം TV കണ്ടിട്ടിരിക്കുവായിരുന്നു. അതിനിടയ്ക്ക് ഇങ്ങോട്ട് വന്നു. മണി കിട്ടുമെന്നോ? മണി കിട്ടൂടി, അതിനുള്ള പരിപാടിയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ ഒരു കാലത്തും നന്നാവില്ല. ഹലോ, എക്സ്ക്യൂസ് മീ. ആരാ മനസ്സിലായില്ല? ഈജിപ്തിൽ നിന്ന് വരുവാണ്. ചേട്ടാ, ഈജിപ്റ്റ് എന്ന രാജ്യത്ത് നിന്ന് ആരോ കാണാൻ വന്നിരിക്കുന്നത്. എന്നതാണ് ഈ പറഞ്ഞത്? ഈജിപ്തിൽ നിന്ന് കാണാൻ വന്നോ? അല്ല, ഈജിപ്റ്റിൽ നിന്ന് വരുവാന്ന് പറഞ്ഞു. ഈജിപ്തിൽ നിന്ന് വരുവാന്നല്ല പറഞ്ഞത്, ഈ ജപ്തിയായിട്ട് ബാങ്കിൽ നിന്ന് വരുവാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ 143 ഗുൽഗാം വെച്ച് രാവിലെ ഇറങ്ങിയപ്പോഴേ ഞാനിത് പ്രതീക്ഷിച്ചു. എന്നെ പെട്ടെന്ന് 143 പറയാൻ കാരണം? അയ്യോ, ഈ വീട് ജപ്തി ചെയ്യാൻ വരുന്ന 143ാമത്തെ ആളാ സാറ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആ 143 ആയിരുന്നു. പിന്നെന്താ ഉദ്ദേശിച്ചേ? അല്ല, ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. നിങ്ങളുടെ ഭർത്താവ് എവിടെ? നിങ്ങൾ ഭർത്താവ് ലോണേ അടയ്ക്കുന്നത്? അതെയോ, ഞാൻ ഇപ്പൊ വിളിക്കാം. ചേട്ടാ, അയ്യോ, ഇത് നിങ്ങളുടെ ഭർത്താവ് മറ്റേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത മറ്റേ മണി എന്ന് പറഞ്ഞ ആളല്ലേ? എന്നെ മനസ്സിലായില്ലേ? ഈ ബുൾഗാൻ കണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് ബുൾഗാൻ വിട്ടേരെ. ബുൾഗാൻ വട്ടം പൊളിഞ്ഞു. അതല്ല പറഞ്ഞു, ബുൾഗാന്റെ കേസ് വിട്ടേരെ. നിങ്ങൾക്ക് വന്ന് ഞാൻ ചോദിക്കട്ടെ, SBB ബാങ്കിൽ വന്ന് നിങ്ങൾ ലോൺ എടുത്തില്ലായിരുന്നു? നിങ്ങൾ എന്നിട്ട് എന്തുകൊണ്ടാണ് ലോൺ എടുത്ത പൈസ തിരിച്ചടയ്ക്കാത്തത്? ബാങ്കുമാരെ ചുമ്മാ പരിചയം കണ്ട എവിടെയോ കണ്ട പോലെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കാത്തത്? എന്ത് ചോദ്യം? ക്ലീഷേ ചോദ്യം ചോദിക്കല്ലേ സാറേ. ഏത് ലോൺ എടുത്ത ബാങ്കുകാരെ ചോദിക്കണം. ആദ്യം ചോദ്യം, നിങ്ങൾ എന്താണ് ലോൺ എടുക്കാത്തത്? ഡയലോഗ് മാറ്റിപ്പിടി. 2025 വിളച്ചെടുക്കില്ല കേട്ടോ. ഞാൻ ഒരു കാര്യം വന്നേങ്ങോട്ട്. നിങ്ങൾ എന്താ ലോൺ എടുക്കാത്തതിന്റെ അടയ്ക്കാത്തതിന്റെ കാര്യം പറഞ്ഞു? സാറേ, താല്പര്യമില്ലാഞ്ഞിട്ടല്ല. പിന്നെ ഞാൻ പണി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ 6 മണിയാവും. 6 മണിക്ക് വാങ്ങിക്കൊണ്ട് ലോൺ എടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. 5 മണിക്ക് ബാങ്ക് അടയ്ക്കും. പിന്നെ ഞാൻ അടക്കേണ്ട കാര്യം ഉണ്ടാവും? ഇല്ല. അല്ല, നിങ്ങൾ അടയ്ക്കണം. ഞാൻ അടക്കാൻ 6 മണിക്ക് വന്ന് അടക്കാൻ പറ്റുമോ? അത് പറ്റില്ല. 5 മണിയാകുമ്പോ ബാങ്ക് അടയ്ക്കും. ബാങ്ക് അടക്കും. പിന്നെ ഞാൻ എന്തിനാ 6 മണിക്കൊണ്ട് അടക്കണം? ബാങ്ക് അടച്ചോ? ഒരു ലോൺ 2 ബാങ്ക് ഞാനും കൂടെ അടക്കേണ്ട കേസുണ്ട്. ഇതെന്താണ് ഇയാളീ പറയണ സഹോദരി? എന്റെ ചേട്ടനെ ചിലപ്പോഴൊക്കെ കത്തുള്ളൂ. ഗ്രീപ്സ് കുറവാ. ഗ്രാപ്സ് അതാണ് ഉദ്ദേശിച്ചത്? അതെ, അത് കുറവാ. ഇംഗ്ലീഷ് തട്ടിക്കോ, ഞാൻ ഊഹിച്ചെടുത്തോളാം. സംഭവം എന്താണെന്നറിയോ? 6 മണിക്ക് പുള്ളി പണി കഴിഞ്ഞ് വരുവോളെന്ന് പറയണു. 6 മണിക്ക് വന്നാൽ ലോൺ അടയ്ക്കാൻ പറ്റില്ല. 5 മണിക്ക് ബാങ്ക് അടയ്ക്കും ഞങ്ങള്. വലിയ ഉപകാരം സാറേ. എന്തായാലും സാറ് 5 മണിക്ക് ലോൺ അടയ്ക്കുമല്ലോ. പിന്നെ എന്റെ ചേട്ടനിട്ട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയണത്? ഒരു കാര്യം, 2 പേരും ഒന്ന് വായടച്ച. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ 6 മണിക്കല്ലേ പണി കഴിഞ്ഞ് വരുവുള്ളൂ. നിങ്ങൾ ലോൺ അടയ്ക്കണ്ട. അയലോക്കത്തെ ആരെയൊക്കെ ഉണ്ടെങ്കിലും അടപ്പിക്കാലോ. അത് മോശം. പണി ചെയ്യല. ഞാൻ ലോൺ എടുത്താൽ ഞാൻ തന്നെ അടക്കും. അയലോക്കാരെ കൊണ്ട് അടുപ്പിക്കുന്ന പരിപാടി എനിക്ക്. അല്ലെങ്കിൽ തന്നെ നമ്മൾ അയലോക്കാരെ അടക്കണം ഇത്ര നിർബന്ധം തന്നെ. നിങ്ങൾ ആ കേസ് വിട്ടെ, ഞാൻ അതെങ്ങനെ ചെയ്തോളാം. നിങ്ങൾ എന്ത് കാര്യത്തിന് ഈ ലോൺ എടുത്ത് എന്തിനായിരുന്നു? അതൊന്ന് പറഞ്ഞു. ഞാൻ ലോൺ സാർ ഒറ്റടുത്തെങ്ങാണ് ഞാൻ പണി കിട്ടിയിരിക്കണം, അറിയോ? ഞാൻ ലോൺ എടുക്കാൻ ബാങ്കി വന്നപ്പോൾ സാർ എന്താ എന്നോട് പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങളുടെ ബിസിനസ്സിൽ മറ്റുള്ളവർ കൈകടത്താൻ സമ്മതിക്കരുതെന്ന്. ബിസിനസ് ലോൺ എടുക്കുന്ന എല്ലാവരോടും ഞാൻ പറയും, മറ്റുള്ളവരെ ഇതിൽ കൈകടത്തരുതെന്ന് ഞാൻ പറയും. ആ ഒറ്റ വാക്കുകൊണ്ട് എന്റെ ബിസിനസ് പൊളിഞ്ഞത്. എന്ത് ബിസിനസ് ആയിരുന്നു നിങ്ങളുടെ? ഗ്ലൗസ് കമ്പനി. ഗ്ലൗസിൽ മറ്റുള്ളവർ കൈകടത്തില്ല ബിസിനസ് നടക്കൂ. പിന്നല്ലാതെ ബിസിനസ് ഒട്ടാൻ പൊളിഞ്ഞ് ഞാൻ ഡിപ്രഷൻ അടിച്ച് വീട്ടിൽ കുത്തി ഇരുന്ന് നരകിച്ച് ആകപ്പാടെ കുളമായി 6 പിള്ളേരുമായി മനസ്സാകമായിട്ട് തകർന്ന് ആകപ്പാടെ പ്രശ്നമായി പോയി. എത്ര പിള്ളേരാന്നാ പറഞ്ഞേ? 6 പിള്ളേര്.
അപ്പം മാനസികമായിട്ടും മാത്രമേ തളർന്നുള്ളൂ. അല്ല ദേ, സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ. സംശയം ചോദിക്കൂ. ഈ ലോൺ എടുത്താലേ തിരിച്ചടയ്ക്കണമെന്നുണ്ടോ? തിരിച്ചടക്കണമെന്നുണ്ടോ? തിരിച്ചടച്ചില്ലണ്ടല്ലോ ഞാൻ പെനാൽറ്റി അടിപ്പിക്കും ഞാൻ. അങ്ങനെ ഞാൻ ഗോളിയാകാം. ഗോളിയോ? മെയിൻ ഗോളിയല്ലേ ഞാൻ. സാർ ഇടതളിച്ചാലും വരച്ചാൽ ഞാൻ തളയും ചാടി ഞാൻ കുത്തിയ വെച്ചു. അതെ എന്റെ പൊന്നു സാറേ, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പ്രാന്താ. ഇയാളുടെ പ്രാന്തേ ഞാൻ മാറ്റിത്തരാം. ഇയാളുടെ പ്രാന്തി ഞാൻ മാറ്റിത്തരാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 3 ദിവസം സമയം ഞാൻ തരും. അതിനു മുമ്പ് ഈ സംഭവം അടച്ചോണം, അല്ലെങ്കിൽ ഞാൻ അടുത്ത തിങ്കളാഴ്ച ചെണ്ടയും കുട്ടി വന്ന് ജപ്തി ചെയ്തിട്ട് ഞാൻ പോകും. ഞാനിത് ചോദിക്കണമെന്ന് വെച്ചിരിക്കുന്നു. എന്നാ? ഈ ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വരുമ്പോ ചെണ്ടയും കുട്ടി വരുന്നത് എന്നതിനാ? അതെന്നാ സംഭവം എന്ന് മനസ്സിലായില്ലേ? നമ്മൾ എന്തായാലും ജപ്തി ചെയ്യാൻ വേണ്ടി വരുമ്പോ ഈ വീട്ടുകാർക്ക് മാനസികമായിട്ട് അവര് പൊതുവെ ഒരു വിഷമത്തിലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ഈ ചെണ്ടമേളക്കാരെ ഇറക്കി വിട്ടിട്ട് ഇവര് ചെണ്ട അടിക്കും. അപ്പൊ ഇവര് ഈ താളത്തിൽ മുഴുകി നിൽക്കും. ആ സമയത്ത് നമ്മൾ ബാക്കി കിട വന്ന് തക്കത്തിന് നമ്മൾ ജപ്തി ചെയ്തോണ്ട് പോകും. മൈൻഡ് മാറ്റി വിടും. അങ്ങനെയാണ് ചെണ്ടമേളത്തേക്ക് നല്ലത് ബാൻഡ് സെറ്റാ. വൈക്കം ന്യൂ വൈസ് എന്ന് പറഞ്ഞ ബാൻഡ് സെറ്റ് ഉണ്ട്, അവരെ വിളിച്ച കിടുക്കുവരും. ബാൻഡ് സെറ്റ് പറ്റത്തില്ല, ചെണ്ടമേള പറ്റത്തുള്ളൂ. അതിനെ സംഭവം അറിയോ, നമ്മുടെ ഈ ബാങ്കിൽ നിന്ന് 20ഓളം ചെണ്ട മേടിക്കാൻ വേണ്ടി ഇവര് ലോൺ എടുത്തിട്ടുണ്ട്. ഇവര് ഇത് അടയ്ക്കുന്നില്ല. അപ്പൊ ഞാൻ മാസത്തിൽ ഇവർക്ക് ഒരു വർക്കം നോക്കും. ആ പൈസ ഞാൻ നേരെ ലോണിലേക്ക് അടപ്പിക്കും. അങ്ങനെ ഒരു ബിസിനസ് നമ്മൾ വർക്കൗട്ട് ആക്കുന്നുണ്ട്. എന്ത് സംഭവമല്ലേ? അല്ല ഈ ബാങ്കിൽ നിന്നൊക്കെ ചെണ്ട മേടിക്കാൻ ലോൺ കൊടുക്കും. ചെണ്ട എന്തെല്ലാം ലോണാണ് ബാങ്കിൽ നിന്ന് കൊടുക്കുന്നത്. ബിൽഡിങ്ങൾ പണിയാനുള്ള അങ്ങനെ കടമുറികളൊക്കെ പണിയാൻ വേണ്ടി ലോണാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. എല്ലാ ബാങ്കാ ഇത്? അതിനാ നിങ്ങളെ ബാങ്ക് എവിടെ ഇരിക്കണത്? ബാങ്ക് നമ്മുടെ പൗത്രന്റെ വാടക കെട്ടിടത്തില്. കേട്ടാ, സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ല. അവര് കരക്കാർക്ക് മുഴുവൻ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പൈസ കൊടുത്ത് നടക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യം നിങ്ങളുടെ ബാങ്കിൽ നിന്ന് തന്നെ ലോൺ എടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് നിങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് കരക്കാർക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ ലോൺ. നല്ല ഐഡിയ ആണ് കേട്ടോ. നല്ല ഐഡിയ ആണ്. ഒരുപാട് ഐഡിയ എൻ്റെ ഉണ്ട്. പിന്നെ സാർ ഇവിടെ ഇരുന്നേ, സാറിന് ഒരു ചായ എടുത്തേ. ചായ എടുക്കാം. മധുരടാലോ. ചേട്ടന് മധുരം എങ്ങനെയാ? എങ്ങനെയുണ്ട്? പെണ്ണുമ്പുള്ള ഭർത്താവിനോട് ചോദിച്ചേട്ടാ, ചേട്ടൻ്റെ മധുരം എങ്ങനെയുണ്ടെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി. എടി, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എത്ര വർഷമായി? അല്ല നീ പറ. അല്ല ചേട്ടൻ പറ, എത്ര വർഷമായി? അങ്ങോട്ട് കൊടുത്ത് മേടിക്കണത്. ഞാനാണ് അങ്ങോട്ട് ചോദിച്ചത്, നീ പറ. അല്ല ആരായാലും എന്താ, നമ്മള് ഭാര്യയും ഭർത്താവാണല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. സംസാരിക്കരുത് എന്നോട് സംസാരിക്കരുത്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? നിങ്ങൾ പറ. എത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്? ഭാര്യയും ഭർത്താവൊന്നുമില്ല. അതൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ചേട്ടൻ പറ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നീ പറ. ഞാനാണോ പറയുന്നത്? പോയി പണി നോക്കുന്നു. എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ. പിന്നെ എന്റെ കൈ മാങ്ങാ പറിക്കാൻ പോവും. എന്റെ പൊന്നേ, കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായ അറിയാം, എനിക്കറിയാലോ. അതറിയിക്കാതെ അവനെ ഓടിക്കാൻ വേണ്ടി ഞാൻ എടുത്ത അടവ് എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം. പക്ഷെ അത് അടവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ കട്ടക്ക് നിന്ന എന്റെ അടവ് എങ്ങനെയുണ്ട്? അത് കിടക്കി. ഹലോ, പോയില്ലേ? നിങ്ങൾ രണ്ടുപേരും ഇറക്കിയത് അടവാന്ന് അറിഞ്ഞിട്ട് ആ കിണറിന്റെ മറവിൽ ഒളിച്ചിരുന്ന് എന്റെ അടവ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എങ്ങനെ മനസ്സിലായത്? കലാഭവന്റെ പഴയ കോമഡി സ്കിറ്റ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സ് കൊണ്ട് ബാങ്ക് മാനേജർ അടുത്ത് അടിക്കില്ലേ ബുൾഗാൻ വെച്ചിട്ടുണ്ടെന്നുള്ള എല്ലാ സ്കിറ്റും ഞാൻ കാണും. അതല്ലോ ഇത് ഈ ലോൺ അടക്കുന്ന പരിധിയെ കുറിച്ച് നിങ്ങൾ പരിപാടി നോക്കിക്കോ. അതെന്താണെന്നറിയോ, ലോൺ എടുക്കുമ്പോ പെട്ടുപോയതാണ്. എത്ര ബാങ്കിൽ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്? ഒരുപാട് ബാങ്കിൽ ലോൺ എടുത്തു. എന്നിട്ട് എങ്ങനെ ഇത് അടക്കണേ? എങ്ങനെയാണ് എനിക്ക് അടക്കണം ഞാൻ പറഞ്ഞത്. നമ്മളാ പ്രോപ്പർട്ടി എടുത്തുന്നത് ഞാൻ കാണിച്ചു കൊടുക്കാം. പിള്ളേര് പഠിക്കുന്ന ബോർഡുണ്ട്, അതിൽ കാണിച്ചു തരാം. അല്ല എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇത് എങ്ങനെ തരണം ചെയ്ത് പോകണം. ഞാൻ കാണിച്ചു തരാം. സാറിനെ മനസ്സിലാക്കിയിട്ടേ ഞാൻ വിടുള്ളൂ. ആണല്ലേ? പക്ഷെ ഇതെന്താണ് ഇതൊക്കെ പറഞ്ഞാ സാറിന് മനസ്സിലായില്ല. ഞാൻ വരച്ച് കാണിച്ചു തരാം. അതായത് ഞാനിപ്പോൾ ആദ്യം എ എന്ന് പറഞ്ഞൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ഒരു 10,000 രൂപ. 10,000 എടുത്ത് അത് കൊണ്ട് പലിശയായി 20,000 ആയി. അയ്യോ, നടപടിയായപ്പോ എന്നെ പൈസ ഉണ്ടോ? അയ്യോ, വിഷയം പക്ഷേ വിഷയമില്ല, ഞാൻ ടെൻഷനില്ല. ഞാൻ ഉടനെ ബി എന്ന് പറഞ്ഞൊരു ബാങ്കിന്റെ അടുത്ത് നിന്നു. അവിടെ ഒരു 10,000 തരാൻ പറ്റിയല്ല, ഒരു 5,000 തരാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഒരു 5,000 എടുത്തു. അല്ല 5,000 അല്ല, ഇവിടെ പലിശ കൂടെ കൂട്ടി 20 ആയി. ഒയ്യോ, അപ്പൊ പേടിക്കണ്ടല്ലോ. ഈ ബാങ്കിൽ ഞാൻ 10 എടുത്തു. പിന്നെ കിടക്കുമല്ലോ പലിശ കൂട്ടി 20,000 ആക്കണല്ലോ. സി എന്ന ബാങ്കിൽ ചെന്നു, അവിടെ നിന്നും എടുത്തു 10,000. അപ്പൊ രണ്ടും കൂടെ 20,000 ഏഴ് കടം തീർന്നു. പക്ഷെ അവന് കുഴപ്പമുണ്ടായി. ബിയും സിയും പ്രശ്നമായി, നടപടിയായി. ഒയ്യോ, പെട്ടുപോകും കേട്ടോ. കാര്യപ്പെടാൻ ബാങ്ക് കിടക്കുവല്ലേ. പിന്നെ ഡി ഈ 2 ബാങ്കിൽ ചെന്നു. ഇത് പക്ഷേ 20, 10, 30 എടുത്തു. ഇവിടുന്ന് കൊടുത്തു. ഇതും
ഇവിടുന്ന് ഡിയും എഫും ജിയും എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് എടുത്തു. 4 ബാങ്കിൽ നടത്തി ഇവരുടെ കടങ്ങ് തീർത്തു. ആ ബാങ്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ 4 ബാങ്കിലെ നടപടി വന്നു. അയ്യോ, ഇത് എങ്ങനെ വീട്ടു? ഇത് നിസാരം. ബാങ്ക് വല പോലെ കിടക്കുമല്ലേ. ഇവിടെ നിന്ന് ഒരു 4 ബാങ്കിൽ നിന്ന് വീണ്ടും എടുത്തു. മനസ്സിലായോ? 8 ബാങ്ക് 8 ബാങ്കിൽ നിന്ന് അങ്ങ് കീറ്റി. എന്നിട്ട് എല്ലാ ബാങ്കിൽ നിന്നും കൂടെ എടുത്ത് ഇവരുടെ മൊത്തം കടങ്ങ് തീർത്തു. അത് ഭാഗ്യമായി പോയി. അപ്പൊ ഇവരുടെ കടോ? അതവിടെ കിടക്കുക. ആ ഒരു ബാങ്കാണ് സാർ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലത്തെ വെളച്ചിൽ എന്റെ അടുത്ത് എടുക്കരുത്. ഇത് മണി ചെയിനല്ലോ? അത് മണി ചെയിനല്ല, ഇതാണ് മണി ലോൺ. മണി എടുക്കുന്ന ലോൺ. അത് മണി ഞാനാണ്. ഒരു ബാങ്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നടപടി ഞാൻ ഉണ്ടാക്കി ഈ കേസിൽ. പെണ്ണെന്ന രീതിക്ക് എന്ത്? പെണ്ണിന്റെ കാര്യമൊന്നുമില്ല. പെണ്ണുങ്ങൾ എല്ലാത്തിനും ഞാൻ പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ഞാൻ എല്ലാം ഞാൻ ജപ്തി ചെയ്തോണ്ട് ഞാൻ പോകും. ഞാൻ തനി കൊണറിയും. ജോലി പോണ കേസാണ്. അങ്ങനെ ഒരു പേനയും പേപ്പറും തരി. എനിക്കൊരു പേനയും പേപ്പർ അപേക്ഷ എഴുതി തന്നിട്ട് ഒരു കാര്യമില്ല. വായിക്കില്ല ഞാൻ. കണ്ണി ചോറില്ലാത്തവനെ ഞാൻ. എന്റെ ജോലി പോണ പ്രശ്നമാണേ. നിങ്ങൾക്ക് നാട്ടുകാർക്കറിയോ? ജോലി പോണ കേസാണ്. ഞാൻ ഇയാളെ ഒറ്റ വിശ്വസിച്ച് ഞാൻ ലോൺ കൊടുത്താണ്. എന്നാ ഞാൻ വായിക്കൊന്നുമില്ല. അത് പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളുടെ തലയ്ക്ക് വെച്ച് തരുവാ. ഞാൻ എന്റെ നിവൃത്തികേട് കൊണ്ട് SBB ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. പല കാരണങ്ങൾ കൊണ്ട് അടയ്ക്കാൻ സാധിച്ചില്ല. ഇതിന്റെ പേരിൽ ബാങ്ക് മാനേജർ സുഗതൻ എന്നെയും എന്റെ ഭാര്യയെയും മാനസികമായി പീഡിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. ഗുഡ് ബൈ. ഇതിനു മുമ്പ് പല ബാങ്കിലെ മുന്നിൽ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ചരിത്രമുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അല്ല, ഞാൻ ജപ്തി വിട്ടു. ഞാൻ ജപ്തി ഒഴിവാക്കി. ഞാൻ ജപ്തി വിട്ടെങ്കിൽ സാർ വിട്ടു. ഞാൻ വിടാം. അയ്യോ, ഞാൻ വിട്ടാ ശരിയാവില്ലല്ലോ. പിന്നെ എന്താണ് ഇയാൾ പോണ്ടേ? പോവും. അതെ, ഞാൻ ബാങ്കിന്റെ മാനേജറാണല്ലോ. അതിൽ ഞാൻ വേണം. അല്ല, അതായത് ജപ്തി വിട്ടെങ്കിലും ഇത് വലിയ ശല്യമായല്ലോ. അല്ലെ, ഗഡുക്കളായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ ആയുധം വെച്ചുള്ള കളിയാണ്. കയ്യെ കത്തികളൊന്നും മാറുന്ന അങ്ങോട്ട്. അത് ഞാൻ പറഞ്ഞ നിങ്ങളൊന്ന് കേൾക്കാൻ വിറക് കീറിയ പോലെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഗഡുക്കളായിട്ട് കീറാൻ അല്ല, ചെറുതായിട്ട് കീറാൻ. അത് കീറാം. അതായത് ഞാനേ നിങ്ങൾക്ക് ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത് കുടുംബ സ്വത്തില്ലേ? അയ്യോ, പ്രോപ്പർട്ടി അങ്ങനെ വല്ലതും ഉണ്ടോ? പിന്നെ മുത്തച്ഛന്റെ ടൗണിൽ കിടന്ന കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച വീതം വെച്ചു. അതിന്റെ വീതം കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണോ ഇത്രയായിട്ട് വലിപ്പിച്ചോണ്ടിരുന്നത്? സംഭവം എടുത്തോണ്ട് വാ. അല്ല, അത് വീതം കിട്ടി എടുത്തോണ്ട് വാ. പിന്നെ വീതം കിട്ടി. മുത്തച്ഛന്റെ വീതം കിട്ടില്ല. അതിങ്ങ് എടുത്തോണ്ട് വാ. അത് മതിയോ? എടുത്തോണ്ട്. പിന്നെ അതെ, ആ വീതം കിട്ടി താ. അതുകൊണ്ട് നമ്മൾ ലോണും തീർത്തിട്ട് കുറച്ച് പൈസ ഞാൻ അങ്ങോട്ട് തിരികെ തരും. പിന്നെ മണ്ണോ? മുത്തച്ഛന്റെ 2.5 സെന്റ് വസ്തു ഉണ്ടായിരുന്നു ടൗണില്. ഞങ്ങൾ വീതം വെക്കാൻ ചെന്നപ്പോ കാണുന്ന കാഴ്ച, പുള്ളിയുടെ പല ബന്ധത്തിലുള്ള 55 കുടുംബക്കാർ. ഞങ്ങൾ ആഞ്ഞു മാന്നിട്ടാണ് 2 ചിരട്ട മണ്ണ് കിട്ടിയത്. ഇതുപോലും കിട്ടാത്ത ബന്ധക്കാരായി കറങ്ങി നടപ്പുണ്ട്. എന്റെ മുത്തച്ഛന്റെ ഫോട്ടോ ഒന്ന് തരാമോ? ഇല്ല, മുത്തച്ഛന്റെ പ്രത്യേകത CCTV പോലും പുള്ളി ഇതുവരെ പെട്ടിട്ടില്ല. പതിയല്ല, കാരണം 55ഓളം കുടുംബം കിടക്കുവാ പുള്ളിക്ക്. പിന്നെ എങ്ങനെയാ പുള്ളി CCTV പതിയണേ? എന്ത് കഷ്ടമാണോ ഞാൻ എന്റെ ജോലി ഇവിടെ പിടിക്കാം. അതെ സാറേ, ഞാൻ ഈ വെള്ളം ഒന്ന് കോരിക്കോട്ടെ. വെള്ളം ഞാൻ കോരും, അതല്ലല്ലോ വിഷയം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത് വല്ലതും ഉണ്ടോ? കിട്ടിയിട്ടുണ്ട്. വെരിക്കോസ് വൈനും മുടി കൊഴിച്ചിലും. അത് കൊടുത്ത എന്തെങ്കിലും പിന്നെ തിരുപ്പം കൊണ്ട് ബാങ്കിൽ കൊണ്ട് പണം വെക്ക്. എന്തൊരു പെണ്ണുമ്പുള്ളിയത് എന്റെ സാറേ. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഈ ഇട്ട തുണിയല്ലാതെ ഒന്നുമില്ല. വിറകോട്ടുകാരാ രാമും വിറകോട്ടുകാരാ. നീ വിറകം വെട്ടി മാറിക്കോണം. ഇപ്പൊ ഞാൻ പോവാണ്. അടുത്ത ആഴ്ച അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ചെറിയൊരു ഐഡിയ എന്റെ കയ്യിൽ ഉദിച്ചതാണ്, ഒന്നും വിചാരിക്കരുത്. ഐഡിയ ഉണ്ട്, രക്ഷപ്പെടാം. സാറേ, ഈ ലോൺ അടയ്ക്കാൻ വേണ്ടിട്ടേ എന്റെ ചേട്ടന് സാറിന് വേറൊരു ലോൺ കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറയണമെന്നൊന്നും തോന്നരുത്. ഒന്നാമത് നിങ്ങളുടെ ഭർത്താവിന് എലിജിബിലിറ്റി ഇല്ല. എന്താ സാറേ? എലിജിബിലിറ്റി ഇല്ല. ഇനി ചോദിക്കരുത്, മൂന്നാമത് പറഞ്ഞാൽ തെറ്റും. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാ ഞാനും സാറും തമ്മിൽ തെറ്റും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10-18 കൊല്ലായി. അതിൽ 6 പിള്ളേരുമായി. ഈ പറഞ്ഞ സാധനം അയാൾക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അതങ്ങ് സഹിച്ച് കേട്ടാ. എന്തുവാടോ ഈ പെണ്ണുങ്ങൾ പറയുന്നത്? അങ്ങോട്ടോ? ഇതേ ഒരു സ്ത്രീയോട് പറയാൻ പറ്റുന്ന വാക്കാണോ നിങ്ങൾ പറഞ്ഞത്? അത് സ്വന്തം ഭർത്താവിനെ കുറിച്ച്. നിങ്ങളുടെ ഭാര്യയോട് ഞാൻ വന്ന് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ അവര് സമ്മതിക്കും. ഇത് നിന്നോട് പറഞ്ഞ് ഞാൻ ആ സ്പിരിറ്റ് നമ്മൾ ആണുങ്ങൾ ഞാനതിലങ്ങ് വിട്ടേനെ. ഇത് കേസ് അവിടെ കേസ് കൊടുത്താൽ സാറ് തൂങ്ങും. അറിയാവോ? നിങ്ങൾക്ക് ശരിക്കും എലിജിബിലിറ്റി ഇല്ല. ഇല്ലെങ്കിൽ ആയിക്കോട്ടെ, ഇതുമായി ഇത്രമായി. ഇനി ഉണ്ടേലല്ല ഇല്ലേലല്ല, അത് വിടും. നിങ്ങളോട് ഞാൻ കുറച്ച് പൈസ കടം മേടിച്ചിട്ടുണ്ട്. അതങ്ങ് തിരിച്ചറിയുമ്പോൾ അതിന്റെ പ്രശ്നം ചെയ്യുന്നു. അതിന് എന്റെ എലിജിബിലിറ്റി കയറി പിടിക്കേണ്ട കാര്യം ബാങ്കിൽ.
രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പോട്ടെ, അടുത്ത ആഴ്ച ഇങ്ങ് വരും. ഇതിന് നാട്ടപ്പെട്ടി ഞാൻ ഉണ്ടാക്കും. ഞാൻ ആത്മഹത്യ. ആത്മഹത്യ അതിന് മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. എന്റെ ജോലിയാണ് പോയത്, അറിയാവോ? ശരിയാക്കാൻ ഞാൻ നോക്കിക്കോ. ആത്മഹത്യ മിണ്ടത് ആത്മഹത്യ, നിന്നെ എറിഞ്ഞാ കൊല്ലും ഞാൻ. രമ്യ, പുള്ളി 50 മില്യൺ അടക്കണല്ലോ, പുള്ളി പോയല്ലോ. ഇനി ലോൺ അടക്കാൻ എന്നെ ചെയ്യും? ഇനി എന്തോ ചെയ്യാൻ? ഇതുവരെ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരുന്നേ? ലോൺ എടുക്കാൻ വേണ്ടി ലോൺ എടുക്കും. അതാണല്ലോ. എന്നാ പിന്നെ ഇനി അത് തന്നെ അടക്കട്ടെ. ഇനിയിപ്പോ നാട്ടിലുള്ള എല്ലാ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. ഇനി ലോൺ എടുക്കാൻ 3 പ്രൈവറ്റ് ബാങ്ക് തുറന്നിട്ടുണ്ട്. അവരോട് ചോദിച്ചാലോ? എവിടെ? നമ്മുടെ നാട്ടിലോ? പിന്നെ അതെ, 3 മാനേജർമാരോട് ചോദിക്കുവാണ്. ഞങ്ങളുടെ അവസ്ഥ കണ്ടല്ലോ, പെട്ട് നിൽക്കുക. അപ്പം ഒരു നല്ലൊരു ലോണിങ് പാസ്സാക്കി തന്നെ. ലോൺ പാസ്സാക്കി തരാം. ആ, നിങ്ങൾ എത്രയാ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ എത്ര ഉദ്ദേശിച്ചാലും ബാങ്ക് അതൊന്നും തരികയല്ലോ. ബാങ്കിനൊരു തീരുമാനം കാണുമല്ലോ. അത് എന്നാന്ന് വെച്ചെങ്കിൽ തന്നാ മതി. അല്ല, ഞങ്ങളെ ഒരു കാര്യം ചെയ്യാം. ഞങ്ങൾ മാനേജർമാര് 3 പേരും കൂടെ ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് എത്രയാന്നുള്ളത് നിങ്ങളെ അറിയിക്കാം. അതുപോലെ എത്രയും പെട്ടെന്ന് അറിയിക്കണേ. എത്ര? ഇത് പരസ്പര ജാമ്യത്തിലെ തരത്തുള്ളൂ. 3 പേരെങ്കിലും വേണം. എന്നാ മാനേ വിളിക്കാം. മാനേ വാ. അല്ല, ആവശ്യം സമ്മതിച്ചിട്ട് നിങ്ങൾ ലോൺ പറഞ്ഞോ? എന്നാ പറഞ്ഞാ പോരാ, താ ഇങ്ങോട്ട്. അത് തരാം, പക്ഷെ അത് തരണമെങ്കിൽ ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരാൾ അവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കണം. ആണല്ലേ? അതിന് ശേഷമേ തരുള്ളൂ. വാ വാ ചെല്ല്. സംസാരിക്കാം അല്ലേ? സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് നടപടിയാവാൻ നോക്കട്ടെ.